ആക്സിഡന്റിന് ശേഷം എൻ്റെ ഒരു മേജർ ചലഞ്ച് തോർത്തുക എന്നുള്ളത് പ്രശ്നമാണ്. തല തോർത്തുക എന്നുള്ളത്. ഒറ്റത്തോർത്തെന്ന് പറഞ്ഞ സംഭവം അറിയാവോ? ഒറ്റത്തോർത്ത്. എൻ്റെ വീട്ടിൽ ഫുൾ ഒറ്റത്തോർത്ത്. മറ്റേ ഉടുത്താൽ ട്രാൻസ്പെറൻറ്റ് എല്ലാം കാണാൻ പറ്റുന്ന ടൈപ്പ്. ആ സാധനം ഒറ്റത്തോർത്ത്. കുളിച്ച് കഴിഞ്ഞിട്ട് തോർത്തുമ്പോൾ എനിക്ക് ഒറ്റക്കൈയല്ലേ ഉള്ളൂ. ഈ ഒരു കൈക്ക് തോർത്തിയാൽ വെള്ളം പോകില്ല. എത്ര തോർത്തിയാലും വെള്ളം പോകില്ല. അവസാനം ഞാൻ അവിടെ ഇരിക്കുമ്പോൾ അമ്മ വന്നിട്ട് തോർത്തിയാണ് എൻ്റെ വെള്ളം കളയുന്നത്. ഇത് ഭയങ്കര പാടാണ്. 21ാമത്തെ വയസ്സിൽ ആക്സിഡൻ്റ് ആയി. 29 വയസ്സ് വരെ ഞാൻ ഈ തോർത്തി വെള്ളം ബുദ്ധിമുട്ടായിട്ട് ചിലപ്പോഴൊക്കെ ജലദോഷമൊക്കെ വരും ഇത് കാരണം. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞാനിങ്ങനെ ഈ തോർത്തെടുത്തിട്ട് ഇങ്ങനെ കിടന്നുകൊണ്ട് തോർത്ത് ഞാൻ നിധി ഒന്ന് തോർത്തി തരാമെന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങളെന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത്? അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതല്ലേ തോർത്താൻ വേറെ മാർഗ്ഗമില്ല, എനിക്ക് കൈക്ക് ബുദ്ധിമുട്ടല്ലേ. എൻ്റെ പൊന്നു മനുഷ്യ, ഒരു ടർക്കി എടുത്ത് തോർത്തിയാൽ പോരെ. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരുടെ അകത്ത് പോയിട്ട് നല്ല ഒരു 10 ടർക്കി കൊണ്ടിട്ട് ഇനി തൂത്ത് നോക്കാൻ പറഞ്ഞു. 3-4 തവണ തൂത്തപ്പം വെള്ളം പോയി, കയ്യിലേയും പോയി, കാലിലേയും പോയി. 8 കൊല്ലം നമ്മൾ ഈ പോളിടെക്നിക്കൊക്കെ പഠിച്ചതല്ല ഞാൻ. സകലകലാവല്ലഭനായ ഒരു ആശാരിയുടെ മകനല്ലേ ഞാൻ. ബുദ്ധി വന്ന എവിടുന്നാ? നമുക്ക് പൊതുവെ സ്ത്രീകൾ ഇവർക്കൊന്നും അറിയത്തില്ല. സിമ്പിൾ സാധനം ഇട്ടു. എൻ്റെ മെയിൻ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. നമ്മുടെ ക്ലാസ് റൂമിലെ പല കാര്യങ്ങളുടെയും പരിഹാരം നമ്മുടെ പിള്ളേർ ചെയ്തു തരും. നമ്മളൊന്ന് താന്നു കൊടുക്കാൻ, അവരെ ഒന്ന് കേൾക്കാൻ, ആ ഈഗോ ഒന്ന് പൊട്ടിക്കാനുള്ള മനസ്സ് കാണിച്ചാൽ മതി.